AK ടൈൽസ് ആൻഡ് മാർബിൾസ് വർക്കിൻ്റെ ഏകദേശം ഒരു 200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു ബാത്റൂം 20-30 പഴയ ടൈലാണ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലംബിംഗ് ലൈൻ കംപ്ലൈൻറ്റ് വന്നതിനെ തുടർന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ പഴയ ടൈല് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ 4x2 ടൈലാണ് നമ്മളിവിടെ ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 4x2 ടൈല് നമ്മൾ ലേ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പഴയ ടൈല് നല്ല രീതിയിൽ ഗ്രൈൻഡിങ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം അത് ടൈൽ ടു ടൈല് നമ്മൾ ടൈലിൻ്റെ മുകളിൽ അത് ഏത് ബ്രാൻഡഡ് സാധനമാണെങ്കിൽ പോലും നല്ല ബ്രാൻഡഡ് സാധനം ടൈൽ ടു ടൈല് ടൈൽസ് അഡൽസീവ് ഉപയോഗിച്ച് മാത്രമേ ഈ ടൈലിൻ്റെ മുകളിലേക്ക് നമ്മൾ ടൈൽ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇവിടെ വീട്ടുകാരൻ പൊളിച്ച് കളയാൻ പോയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അതിന് ശേഷം ടൈൽ ടു ടൈല് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് അഡൽസീവ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റമർ എടുത്തു വെച്ചിരിക്കുന്നത് എയ്സ് ബോണ്ടിൻ്റെ 7 സ്റ്റാർ ഗ്രേഡിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ ഈ പഴയ ബാത്റൂം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊടി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ടൈല് ലേ ചെയ്യാൻ പോകുന്നത്. ടൈല് നമ്മൾ വാളിൽ ഒട്ടിക്കുന്ന മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ചിപ്പ് ചെയ്ത ഗ്രൈൻഡ് ചെയ്ത ഈ പഴയ ടൈലിൻ്റെ മുകളിൽ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ചാന്ത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ടൈല് ലേ ചെയ്യാൻ പാടുള്ളൂ.